ഇപ്പൊ മാത്രമല്ല അതിന് മുമ്പ് സംസാരിക്കുമ്പോഴായാലും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ്റെ വീട് കോട്ടയത്താണ്. ഇപ്പോൾ പുതുപ്പള്ളി മണ്ഡലത്തിൽ പെടുന്ന വാകത്താനം പഞ്ചായത്തിലാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം അടക്കം കഴിഞ്ഞു പോയത്. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് എനിക്കൊരു രാഷ്ട്രീയ നേതാവല്ല. അവിടെ എനിക്ക് വിഷമം വരും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് അതിനകത്തിരിക്കുന്ന ആളുകളുടെ, കാരണം ചാണ്ടി ഉമ്മൻ തൊട്ടടുത്ത് നിൽക്കുകയാണ്. എനിക്ക് എന്തുകൊണ്ടാണ് വിലാപയാത്രയുടെ വാഹനത്തിനടുത്ത് ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് തൊട്ടടുത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എന്നെ അനുവദിച്ചത് എന്ന് കൂടി ആലോചിക്കൂ. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് ആ കുടുംബവുമായോ അല്ലെങ്കിൽ കോൺഗ്രസുമായോ അവിടേക്ക് എനിക്കൊരു കണക്ട് ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് അകത്തേക്ക് കയറി അങ്ങനെ നിൽക്കാൻ കഴിയില്ല. ബാക്കിയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ മാറി നിന്നൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തത്. അതേ വാഹനത്തിൽ എല്ലാ മാധ്യമപ്രവർത്തകരും കയറിയിരുന്നു. അവിടെ ഒരിക്കലും എനിക്ക് അത് റേറ്റിംഗിന് വേണ്ടി കരയേണ്ട ആവശ്യമില്ല. ഞാൻ വളരെ ഇമോഷണലാണ്. ഇമോഷണൽ ആകുന്ന മനുഷ്യരൊന്നും പവർഫുൾ അല്ല എന്ന ചിന്തയും എനിക്കില്ല. കാരണം സംസാരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഇമോഷൻ എന്താണോ അത് നമ്മൾ കൃത്യമായിട്ട് അത് പ്രതിഫലിപ്പിക്കുക എന്നത് മാത്രമാണ്. അല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നും അല്ലാതെ മറ്റൊന്നും അങ്ങനെ ഒരു സുജയ പാർവതി ഇല്ല. എന്താണോ ഇപ്പൊ കാണുന്നത് ഇതേ സുജയ പാർവതിയെ ക്യാമറയ്ക്ക് മുന്നിലും കാണും. അതായത് ഞാൻ പറഞ്ഞ ന്യൂസ് ഫ്ലോറിലും കാണും. അവിടെ ചെന്നപ്പോൾ അത് എനിക്ക് ആത്മാർത്ഥമായി എൻ്റെ കണ്ണ് നിറഞ്ഞതാണ്. ആ കണ്ണ് നിറഞ്ഞതിനെ മറ്റു തരത്തിൽ വികലമാക്കി അതൊക്കെ അവതരിപ്പിച്ചോട്ടെ, അതിപ്പോ ആര് പറഞ്ഞാലും എനിക്കതിലൊന്നും കുഴപ്പമില്ല. പിന്നെ എൻ്റെ സ്ഥാപനത്തിലുള്ള ആളുകൾക്ക് അറിയാം, കാരണം ഉമ്മൻചാണ്ടിയുമായി ആ ഒരു കണക്ട് ഉള്ളത് കൊണ്ട്, ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയോട് എനിക്ക് അത്രയും സ്നേഹമുള്ളത് കൊണ്ടുമാണ്. എൻ്റെ രാഷ്ട്രീയത്തെ പരിഹസിച്ചുകൊണ്ടൊക്കെ ന്യൂസ് ഫ്ലോറിൽ അടുത്ത കൗണ്ടിംഗ് ഡേയിൽ ചോദിച്ചു, ഉമ്മൻചാണ്ടിക്ക് ആണല്ലോ അത് എന്തുകൊണ്ടാണ് മറ്റു പാർട്ടികളുടെ വോട്ടൊക്കെ മാറിപ്പോയത്. ഞാൻ പറഞ്ഞു അത് പുതുപ്പള്ളി ഉമ്മൻചാണ്ടിക്ക് കൊടുക്കുന്ന ആദരവാണ്. അത് ട്രോൾ ചെയ്താലും ഞാൻ അത് ഇന്നും പറയും. ഇപ്പോൾ ചാണ്ടി ഉമ്മന് കിട്ടിയ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പുതുപ്പള്ളിക്കാർ ഒന്നാകെ ഉമ്മൻചാണ്ടിയുടെ മകൻ ജയിക്കണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ്. അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെ ഉമ്മൻചാണ്ടിയോടൊരു ഇഷ്ടം പുതുപ്പള്ളിക്കുണ്ട്. അത് ഏത് ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളായാലും, എൻ്റേതൊരു കോൺഗ്രസ് കുടുംബമൊന്നും അല്ല, പക്ഷേ ഉമ്മൻചാണ്ടി ഇഷ്ടമാണ്. ഞാൻ അന്ന് പറഞ്ഞു എൻ്റെ വീട്ടുകാരടക്കം ചാണ്ടി ഉമ്മനായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന്. എൻ്റെ ബന്ധുക്കളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അത് ആ വ്യക്തി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതിച്ഛായയാണ്. ഉമ്മൻചാണ്ടി എനിക്കിഷ്ടം ആ കാര്യത്തിൽ. ഞാൻ പറഞ്ഞല്ലോ ജനങ്ങളിലേക്ക് ഇറങ്ങണം, എനിക്ക് അങ്ങനെ ഇറങ്ങി നിൽക്കുന്നതാണ് എനിക്കും താല്പര്യം. കാരണം ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ രാഷ്ട്രീയമായി ഇഷ്ടപ്പെടാത്തവർ പോലും അദ്ദേഹം ജനങ്ങളുമായി ഉണ്ടാക്കിയ കണക്റ്റിനെ അഭിനന്ദിക്കാതെ പോകില്ല. അപ്പോൾ ആ കണക്ട് കുട്ടിക്കാലം മുതൽ കണ്ടറിഞ്ഞ് വന്നയാളാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നത് എന്നാണെന്നറിയുമോ, എനിക്കൊരു 5 വയസ്സ് 6 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. അന്ന് അവിടെ കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റാണോ മെമ്പറാണോ ആ സമയത്ത് ഞാൻ ഓർക്കുന്നില്ല, ജോഷി ഫിലിപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ DCCയുടെ മുൻ പ്രസിഡന്റ് ഒക്കെയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. അപ്പോൾ പറഞ്ഞു കുഞ്ഞിനെ ഒന്ന് പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോവാണ്. അപ്പോൾ അവിടെ പോയി നിന്ന് ഈ പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ എനിക്കിത് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ചെന്നപ്പോൾ വീണ്ടും ജോഷി ഫിലിപ്പിനെ കണ്ടപ്പോഴേക്കുമാണ് ജോഷി ചേട്ടൻ പറയുന്നത് അന്ന് എടുത്തോണ്ട് പോയി പ്രസംഗിപ്പിച്ച ആളാണ് ഇവിടെ വന്നിപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ആ നാടുമായുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ്സുകാർ. അപ്പോൾ ജോഷി ഫിലിപ്പ് എന്ന നേതാവിന് ഇന്നും എന്നോട് ആ കുട്ടി എന്നുള്ളൊരു കരുതലുണ്ടെങ്കിൽ, ഉമ്മൻചാണ്ടി എന്ന വ്യക്തി മരിക്കുമ്പോൾ എനിക്ക് ആ സങ്കടം വന്നില്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ല. ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ ഞാൻ ഇന്നും സ്നേഹിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ചാണ്ടിയുമ്മനെയോ അച്ചുമ്മനെയോ ഒക്കെ മാധ്യമങ്ങളൊക്കെ വിമർശിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവരെ എടുത്ത് ട്രോളുമായിരിക്കും. പക്ഷേ ഞാൻ കണ്ടുവന്ന ഉമ്മൻചാണ്ടിയെ എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ, അതിപ്പോൾ CBI റിപ്പോർട്ടൊക്കെ വന്നല്ലോ, അത് മീറ്റ് എഡിറ്റേഴ്സിൽ ചർച്ച ചെയ്തപ്പോഴേക്കും ഞാൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഇരുന്ന് വാദിക്കുന്നതും കണ്ടു കാണുമല്ലോ. അത് എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ എനിക്ക് പറ്റില്ല. അതിനെന്നെ ആരെന്ത് വിമർശിച്ചാലും ഞാൻ ആ ഒരു ഇതിലേക്ക് പോകില്ല. വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, അതിലും പോസിറ്റീവ് ഉണ്ട്. അന്ന് എനിക്ക് സങ്കടം വന്നിട്ട് കരഞ്ഞതാണ്, അല്ലാതെ അങ്ങനെ എനിക്ക് സങ്കടം വരാതെ ഇപ്പൊ ഞാനത് പറയുമ്പോൾ പോലും എൻ്റെ നേരത്തെ ടോണിൽ നിന്ന് മാറിയിട്ടുണ്ട്. അത് എനിക്ക് അങ്ങനെ, ഞാനൊരു അഭിനേതാവല്ല, ഞാനൊരു മോഹൻലാലോ മമ്മൂട്ടിയോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികം വരുന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അത് കണ്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലാവും. എന്താ പറയുക, ഇതിനിടയിൽ ചോദിക്കാനായിട്ട് ഞാൻ ഇടയിൽ കയറാതിരിക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പറയാനുള്ളത്, പൊതുവേ ഒരു ന്യൂസ് റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോട് ചോദ്യം ചോദിക്കുന്നു, അവരെ ആൻസേഴ്സ് കിട്ടുന്നു. പക്ഷേ പല സമയത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇടയിൽ കയറി ബ്രേക്ക് ചെയ്യേണ്ട ഒരു അവസരം വരത്തില്ലേ? പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് ക്യൂസ് വരും, അല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക് പറയണം, അല്ലെങ്കിൽ ഒന്ന് ഇടപെടണം, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വരാറുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ ഇടപെട്ട് കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച സന്ദർഭങ്ങളുണ്ട്, പക്ഷെ ഇടപെടണ്ടായിരുന്നു, പറഞ്ഞു തീർത്തോട്ടെന്ന് വെക്കായിരുന്നു, ഇനി പോക്കോട്ടെ എന്നുള്ളതാണോ? അല്ല, പറഞ്ഞോട്ടെ എന്ന് വെക്കാമായിരുന്നു എന്നൊക്കെ തോന്നും. പിന്നെ ചില ആളുകൾ
കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി, അതും ആ ന്യായത്തിൽ യുക്തിയില്ലെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഇടപെടാറുണ്ട്. അതായത് മുട കണ്ടാൽ ഇടപെടും. അടുത്ത വൈറൽ കട്ടായല്ലോ അല്ലേ? അതെ 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 അതെ. ഇപ്പം ഞാൻ പറഞ്ഞു തുടങ്ങിയൊരു വിഷയം എന്ന് പറയുന്നത് ഇമോഷണൽ ആവുന്നു എന്ന് പറഞ്ഞതിന് മുന്നേ, അതായത് ജനങ്ങളിലേക്ക് കൂടുതൽ സെൻസിറ്റീവ് ആണ്. അതെന്റെ അടുത്തുള്ള, അതായത് ഞാൻ ഈ അഭിമുഖത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒന്നും എന്നെ കുറിച്ച് അധികം കേട്ടിട്ടില്ല. അത് ഞാൻ അങ്ങനെ എഴുതാത്തതാണ്. ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആണ്, സെൻസിറ്റീവ് ടു ഇഷ്യൂസ് ഓൾസോ. കാരണം ആളുകളുടെ പ്രശ്നങ്ങൾ, ഇപ്പൊ എന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഒരാൾ അയാളുടെ ദുരിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ കണ്ണ് നിറയും. അതിനെയാണ് ഇമോഷണൽ എന്ന് പറയുന്നതെങ്കിൽ അതെ, അതും ഒരു ബീയിങ് സെൻസിറ്റീവ് ഇസ് ഇമോഷണൽ. അതെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇമോഷണൽ ആണ്. പക്ഷേ ആ പ്രശ്നത്തിന് എന്ത് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് എന്റെ ബ്രെയിൻ അതേസമയം തന്നെ ചിന്തിക്കും. ഇമോഷണൽ ആയിട്ട് മാത്രമേ ഇരിക്കില്ല, ഇമോഷണലായി മാത്രം ഇരിക്കില്ല, സെൻസിറ്റീവായി മാത്രം ഇരിക്കില്ല. അതിന്റെ സൊല്യൂഷൻ എന്താണെന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കും. ഈ കരച്ചിൽ മാത്രമല്ല കേട്ടോ, എനിക്ക് നല്ലപോലെ ദേഷ്യവും വരാറുണ്ട്. സെൻസിറ്റീവ് അത് മറ്റേ മമ്മൂട്ടിയുടെ ഡയലോഗ് ഞാൻ പറയാൻ വേണ്ടിയല്ലേ? അല്ല, ചെറുതായിട്ട്, അത് ഫുള്ളായിട്ട് മമ്മൂട്ടിക്ക് ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് പറഞ്ഞു വന്നൊരു പോയിന്റ്. ഇപ്പോൾ അതെ, അപ്പോൾ ഈ സങ്കടം മാത്രമല്ല, ഇപ്പോൾ ഒരു കാര്യം കൃത്യമായിട്ടല്ല നടക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ എന്നെ സ്വയം വിലയിരുത്തുന്ന, വിമർശനാത്മകമായി വിലയിരുത്തുന്ന ഒരു കാര്യമാണ്, ആ പെർഫെക്ഷൻ വന്നില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ടെമ്പർ കയറും. പെർഫെക്ഷൻ വരണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ആ ജോലിയിൽ പെർഫെക്ഷൻ വരാതിരുന്നാൽ, പക്ഷെ അതേസമയം തന്നെ അത് മറ്റേ ഹർട്ട് ചെയ്യാതിരിക്കാൻ ഞാൻ പരമാവധി നോക്കാറുണ്ട്. എങ്ങാനും ഹർട്ട് ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇതും എന്നെ കളിയാക്കാറുള്ളതാണ്. കഴിഞ്ഞ ദിവസം മീറ്റ് എഡിറ്റേഴ്സിലടക്കം കളിയാക്കിയതാണ്. ഞാൻ ചെന്ന് പോട്ടെ, സാരമില്ല, ദേഷ്യപ്പെടാൻ ചെയ്യുന്നത് ആശ്വസിപ്പിക്കുകയും ചെയ്യും. അതെ, പോട്ടെ, സാരമില്ല, ഞാൻ അപ്പൊ തോന്നിയിട്ട് ഇന്നും കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഗസ്റ്റിന്റെ കാര്യത്തിൽ ഗസ്റ്റ് വന്ന് സൂമിലാണ് കണക്ട് ചെയ്തത്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രൊപ്പോർഷൻ വന്നില്ല. ഗസ്റ്റിന്റെ വിൻഡോ അടിക്കുമല്ലോ ഡിബേറ്റിന്. അപ്പൊ ഡിബേറ്റ് വിത്ത് സുജയ എന്ന് പറഞ്ഞ് ആ ഡിബേറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പ്രൊപ്പോർഷൻ കറക്റ്റ് ആയില്ല. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. ഇത് കറക്റ്റ് ആയിട്ടല്ലോ, ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല, ഇത് കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു, ഇത് ആരും കാണുന്നില്ല, ആ ഫ്രെയിം സൈസ് ഒക്കെ അതൊന്ന് കറക്റ്റ് ആക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ കോർഡിനേറ്റ് ചെയ്ത ആളുടെ പ്രശ്നമൊന്നുമല്ല, പക്ഷെ ഇതിങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ളത്, കൃത്യമായി പോയില്ലല്ലോ എന്നുള്ളത് അതെന്നെ അലട്ടും. കാരണം എന്റെ സ്ക്രീൻ, എന്റെ സ്ക്രീൻ എന്ന് ഞാൻ പറയുന്നത്, എന്റെ സ്ഥാപനത്തിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത്, ഐ ഓൺ മൈ കമ്പനി, മൈ ബ്രാൻഡ്. ഞാൻ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ, എന്റെ ബ്രാൻഡിനെ ഹർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഉത്തരങ്ങളൊന്നും എന്നിൽ നിന്ന് ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ ഹർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ ബ്രാൻഡ് എന്നോട് അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മളെ ദ്രോഹിക്കാത്തവരെ നമ്മളെന്തിനാ ദ്രോഹിക്കുന്നത്? അപ്പോ ദ്രോഹിച്ചവരെ പോലും വെറുതെ വിട്ട പാരമ്പര്യമാണ് ഉള്ളത്. അതിലേക്ക് ഞാൻ കിടക്കണോ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഇതെന്താ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ച് ഞാൻ അപ്പോൾ ആ ദേഷ്യം പ്രകടിപ്പിച്ചു പോകും. അത് പറയാതെ ഞാൻ മനസ്സിൽ വെക്കില്ല. മറ്റ് ഒരു സ്ഥലത്ത് അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു രീതി എനിക്ക് താല്പര്യമില്ല. അത് അവിടെ പറയും. അത് കഴിഞ്ഞിട്ട് ഇന്ന് ആ കുട്ടിയെ ഞാൻ വീണ്ടും കണ്ടു ആ പ്രൊഡക്ഷൻ. അപ്പോൾ ഇന്ന് എന്നെ മാം ഇന്ന് എടുത്ത് റെഡിയാക്കാം അല്ലെ, പക്ഷെ ഞാൻ ഇന്ന് ചെന്നിട്ട് പറഞ്ഞു, ഇന്നലെ ആ സംഭവം ഉണ്ടായതുകൊണ്ടാട്ടോ, അല്ലാതെ എനിക്ക് നത്തിങ് എഗെയിൻസ്റ്റ് യു. അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അവിടെ വിടുക. അത് കഴിഞ്ഞു. ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂവിൽ ചോദിച്ച കാര്യങ്ങളിൽ എനിക്ക് ഇതുവരെ ഒന്നും അതൃപ്തി ഉണ്ടായില്ല, ഇനി അങ്ങനെ ആയിരിക്കും. അപ്പോ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അതെ അതെ, എന്റെ ഇന്റർവ്യൂ അങ്ങനെയല്ല. അപ്പോ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് മൊത്തം എടുത്ത് ഒന്നുകൂടെ എഡിറ്റിന്റെ സമയത്ത് കാണുമല്ലോ. അപ്പോൾ നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ തമ്മിലുള്ള വൈബ് എന്താണ്, ആ ഒരു ചേഞ്ച് അത് എനിക്ക് എന്റെ ലൈഫിൽ ത്രൂ ഔട്ട് വേണം ഞാൻ ആഗ്രഹിക്കുന്നത്. അത് റിയൽ സെൽഫ് പുറത്ത് കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ആൾക്കാരുമായിട്ടൊരു പെട്ടെന്ന് ജെല്ലാവും. അതെ, ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക. അതാ ഞാൻ പറഞ്ഞു, ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക, കൂടുതൽ പേരെ പരിചയപ്പെടുക. അങ്ങനെ എന്റെ ജീവിതത്തിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഇനിയുള്ള അങ്ങോട്ടുള്ള വർഷങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ദൈവം തരുന്ന ഈ ഒരു ജീവിതം എന്ന് പറയുന്നത്, നമ്മൾ മറ്റാർക്കെങ്കിലും ഒക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കണ്ടേ.